ഗുഡ് മോർണിംഗ് ഫാമിലി. ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ മോർണിംഗിലാണ്. നിങ്ങളുടെ മോർണിംഗിലാണോ ഇത് കാണുന്നതെന്നുള്ള കാര്യം എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ മോർണിംഗ് റൂട്ടീനാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ചോദിക്കുക, എണീക്കുമ്പോൾ തന്നെ കണ്ണും ഐബ്രോ ഒക്കെ ചെയ്തിട്ടാണോ എണീക്കുക എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ പല കമൻസും ഡെയിലി കേൾക്കുന്നതുകൊണ്ട് എനിക്ക് അതിനുള്ള റിപ്ലൈ തരാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെരി റീസെൻ്റ്ലി മൈക്രോ ബ്ലേഡിങ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഐബ്രോ മാത്രം ഡണ്ണായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ റൂട്ടീനിലേക്ക് കിടക്കാം. എൻ്റെ ഡേ ബിഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ എണീറ്റിട്ട് ഞങ്ങൾ പണ്ട് മുതലേ ചെയ്യുന്നൊരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ കയ്യിൽ നോക്കിയിട്ട് നമ്മുടെ കൈയുടെ മൂന്ന് സ്റ്റേജസ് അല്ല, 3 ലെവൽസിലായിട്ട് 3 ദൈവങ്ങളെ നമ്മൾ ഇത് ചെയ്യും. ഒരു ചെറിയൊരു മന്ത്രം. അപ്പോൾ ഇത് നമ്മുടെ രാവിലെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നൊരു സംഭവമാണ്. ഇത് ഫോളോഡ് ബൈ നമ്മൾ കാല് നിലത്തേക്ക് കുത്തുന്നതുകൊണ്ട് അങ്ങനെ വേറൊരു മന്ത്രം കൂടിയുണ്ട്. അതായത് താങ്ക് യു ഫോർ ദിസ് ഡേ ആൻഡ് ഞാൻ കാല് ഭൂമിയിൽ ഇതാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മന്ത്രമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ജപിച്ചിട്ടാണ് ഞാനും ചേച്ചിയത് രാവിലെ എണീക്കുക. അത് കഴിഞ്ഞ് നേരെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബെഡ് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ്. ഈ ശീലം വളരെ വളരെ ലേറ്റായിട്ട് മാത്രം എനിക്ക് കിട്ടിയ ശീലമാണ്. കാരണം പണ്ടെന്ന് പറയുമ്പം അമ്മ ഇതൊക്കെ അമ്മമാരെ വീട്ടിൽ ഉള്ളപ്പോൾ നമുക്കെല്ലാം ലാവിഷല്ലേ. അതാണ് ദ മോസ്റ്റ് ട്രഷേർഡ് പാർട്ട് ഓഫ് അവർ ലൈഫ്. അപ്പോൾ അമ്മ പണ്ടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, പക്ഷെ അതൊട്ടും ശ്രദ്ധിക്കില്ലായിരുന്നു. പക്ഷേ പയ്യെ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരുപാട് ഗുണങ്ങളും ഒക്കെയും ഞാൻ വായിക്കുകയും നല്ല കുട്ടിയാവാൻ തീരുമാനിക്കുകയും ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് പുറം തുടയ്ക്കണം എന്ന് പറയും. അതിന് എന്തൊക്കെയോ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട്. നമ്മൾ നാട്ടിലൊക്കെ പറയും മൂശാട്ട തട്ടിക്കളയുന്നതാണെന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ ബെഡ് അറേഞ്ച് ചെയ്യുന്നതിന് ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ബെഡിൽ ഇന്നലത്തെയൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടാകും. അതൊക്കെ നമ്മൾ തട്ടി വൃത്തിയാക്കി നമ്മുടെ ബെഡ് മേക്ക് ചെയ്യുന്നതാണ് ശരിക്കും നമ്മുടെ ഡേ തുടങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയും. അപ്പം ഇതിന് വൈ ഷുഡ് വി മേക്ക് അവർ ബെഡ് ഇൻ ദ മോർണിംഗ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെപ്പോലെ താല്പര്യം ഇല്ലാത്തവരായിരുന്നെങ്കിൽ നിങ്ങൾക്കും അതിന് കൺവിൻസിങ് ആയിട്ടുള്ള കുറച്ച് റീസൺസ് കിട്ടും. ആൻഡ് ആ റീസൺസ് നിങ്ങളുടെ തലയിലേക്ക് കയറി കഴിഞ്ഞാൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടി ഷുവർലി എന്നെപ്പോലെ റൂട്ടീനിലേക്ക് ചെയ്യാം. അപ്പം ഇപ്പോൾ ബെഡ് റെഡിയായി. അത് കഴിഞ്ഞ് ഈ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഉട്ടോപ്യ തുടങ്ങിയ പിന്നെ ഉട്ടോപ്യയുടെ അടുത്തായിട്ട് ഞാനൊരു കുഞ്ഞു ഓഫീസ് സ്പേസ് പോലൊരു ഫ്ലാറ്റ് റെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നും ഓടി വീട്ടിലെത്താൻ നടക്കില്ല. ലേറ്റാക്കി ആയിട്ട് വരുമ്പോഴത്തേക്കും രാത്രി ഒരുപാട് ലേറ്റായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല, ടയർഡാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും പ്ലസ് ഞങ്ങളുടെ ഒഫീഷ്യലായിട്ടുള്ളൊരു മെയിലിംഗ് അഡ്രസ്സ് പോലെയും ഓഫീസ് അഡ്രസ്സ് പോലെയായിട്ട് നെട്ടൊരു ചെറിയ സ്പേസ് ഉണ്ട്. അപ്പം ഷൂട്ടൊക്കെ ചെയ്യാൻ നേരം എനിക്ക് ഇവിടെ വരാനാണ് എളുപ്പം അതുപോലെ അതാണ് കുറച്ചുകൂടി കൺവീനിയൻറ്റ്. അപ്പോൾ ഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ എവിടെയാണ് വന്നിരിക്കാറ്? ഭയങ്കര വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നല്ല വാട്ടർ ഫ്രണ്ടും അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ നെട്ടൂർ മാർക്കറ്റും കാണുന്ന ടൈപ്പ് ഒരു സീനാണ്. ഈ വലയൊക്കെ ഞാൻ വലിച്ചു കെട്ടിയതാണ് കേട്ടോ. പണ്ട് ഇവിടെ ഒരു PGൻ്റെ ഒരു ചെറിയ സീനുണ്ടായി. ഒരു പ്രാവ് ഒന്ന് കൂട്ടി ആകെ ബഹളമായി ഫുൾ അപ്പിട്ട് വെച്ചു. അപ്പം അന്ന് ഇനി പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഹെൽപ്പ് എടുക്കാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ തന്നെ വലിച്ചു കയറി. അത്യാവശ്യം വൃത്തിയോടാണെന്നുണ്ടെങ്കിലും പിന്നെ പ്രാവ് കയറിയിട്ട് നമുക്ക് നമ്മുടെ പേർപ്പസ് നടന്നാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തതാണത്. അത് കഴിഞ്ഞ് സ്ട്രെയിറ്റ് നോർമലി വീട്ടിലാണെങ്കിൽ പോയിട്ട് അമ്മയെ പിടിച്ച് മുടക്കും, അല്ലെങ്കിൽ 2 വഴക്കുണ്ടാക്കും. അങ്ങനെ അതാണ് നമ്മുടെ ഇമീഡിയറ്റ് റൂട്ടീൻ. അത് കഴിഞ്ഞ് മുഖമൊക്കെ കഴുകും. പക്ഷേ അല്ലാത്തത് കൊണ്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നുകൊണ്ട് തന്നെ ഞാൻ നേരെ മുഖമൊക്കെ കഴുകി. നമ്മുടെ മോർണിംഗ് ഫേസ് റൂട്ടീനൊക്കെ കുളി കഴിഞ്ഞിട്ടാണ് സാധാരണ ചെയ്യാറ്. പിന്നെ ഒരുപാട് ഫേസ് റൂട്ടീൻ ചെയ്യുന്ന ഒരാളല്ല ഞാൻ, അതൊക്കെ വേറെ വീഡിയോ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ പരിപാടിയായ പല്ലിലേക്ക് കിടക്കുക. സോ ലെറ്റ്സ് ബ്രഷ് ആർ ടീത്ത്. പല്ല് തേക്കുന്നതിനെ പറ്റി ഞാൻ വേറൊരു ടിപ്പ് പറഞ്ഞുതരാം. ടിപ്പല്ല, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു സിംഗിൾ ഇതായിട്ട് പറയാം. പണ്ട് ഞാൻ അമൃത വിദ്യാലയത്തിൽ പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമൃത ഡെൻ്റൽ കോളേജിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയപ്പം അവിടെ ഒരു പുഞ്ചിരി മത്സരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണ് പ്രൈസ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഇലക്ട്രിക് ബ്രഷാണ് കിട്ടിയത്. അപ്പോൾ അന്ന് അവർ പഠിപ്പിച്ച സാധനമാണ് നമ്മൾ സർക്കുലർ മോഷനിൽ വേണം പല്ല് തേക്കാനുള്ളത്. അതും വേണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കറക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, എനിക്ക് പാട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് വേണം. പാട്ട് ഇസ് മൈ ലൈഫ്. അത് എൻ്റെ ബ്ലഡിലുള്ളതുകൊണ്ടായിരിക്കാം, പക്ഷേ നമുക്കൊരു ഓളം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ
രാവിലെ ഞാൻ കേൾക്കുന്ന ടൈപ്പ് ഓഫ് സോങ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ ഫ്യൂഷൻ ദൈവത്തിൻ്റെ പാട്ടുകളായിരിക്കും, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഈ ഹാൻഡ് പാൻ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ്. ഇപ്പോൾ ഇന്ന് ഞാൻ അതാണ് ചെയ്യുന്നത്. ഹാപ്പി ഡ്രം എന്ന് പറയും, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. അപ്പം ഹാപ്പി ഡ്രമ്മിൻ്റെ ലോങ് ആയിട്ട് കിടക്കുന്ന സാധനങ്ങൾ. അപ്പം ഇന്ന് കണ്ടോ, ഇതാണ് ഞാൻ പ്ലേ ചെയ്യണത്. അല്ലാന്ന് എനിക്ക് പഴയെന്ന് വെച്ചാൽ ഭയങ്കര പഴയ പാട്ടുകളല്ല, നമ്മുടെ ഈ ദേവരാജൻ മാസ്റ്ററെയൊക്കെ രവീന്ദ്ര മാസ്റ്ററെയൊക്കെ കുറേ പാട്ടുകൾ കേൾക്കും. എന്നിട്ട് അങ്ങനെ എൻ്റെ ഡേ കണ്ടിന്യൂ ചെയ്യും. അപ്പം പാട്ട് എനിക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരാതിരിക്കാൻ. പിന്നെ രാവിലെ എനിക്ക് തുമ്മലായിരിക്കും മിക്ക ദിവസവും. ചില ദിവസങ്ങളിൽ എനിക്ക് മോർണിംഗ് കോൾഡ് ഉണ്ടാവാറുണ്ട്, അപ്പോൾ അത് അങ്ങനെ നടക്കും. ആൻഡ് ഫസ്റ്റ് തിങ് ഐ ഡു ഇസ് ടു ഈറ്റ് മൈ സപ്ലിമെൻറ്റ്. എല്ലാ മന്ത്ലി എല്ലാ വട്ടവും ചെയ്യാറില്ല, പക്ഷേ കുറച്ച് ദിവസം കഴിക്കും. പിന്നെ നമ്മൾ ബ്രേക്ക് എടുക്കും, അങ്ങനെയാണ് സപ്ലിമെൻറ്റ്സ് കഴിക്കാറ്. ഓൾസോ എനിക്ക് മെഡിക്കേറ്റഡ് ആണ്, ആൻറ്റി ഓക്സിഡൻസ് ആണ് കഴിക്കണേ. ആൻഡ് ഇവിടെ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ബിസ്ലറി ബോട്ടിലൊക്കെ. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ വാട്ടർ ബോട്ടിൽ എൻ്റെ തന്നെ വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് പോകും. ചെറിയ ഒരു ചൂടുവെള്ളത്തിൽ ഷിയാ സീഡ്സ് കഴിക്കും എന്നുള്ളത് ഞാൻ മെലിയുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഷിയാ സീഡ്സ് ഒരു മേ ബി ഒരു നിയർലി ഒരു ഫുൾ സ്പൂൺ ഇടുക. ഇത് ഞാൻ കൗണ്ട് ചെയ്തല്ലായിരുന്നു, എനിക്ക് ഷോർട്ടൊക്കെ വെക്കാനൊക്കെ പണിയായതുകൊണ്ട് ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. അതിനകത്തേക്ക് ചെറുതായിട്ട് ഈ വെള്ളമൊക്കെ ഒഴിച്ച് അത് മാറ്റി വെച്ചിട്ട് അത് അബ്സോർബ് ചെയ്യണ സമയമാകുമ്പോഴത്തേക്കും കുറേ കഴിഞ്ഞിട്ട് നമ്മളതെടുത്ത് കുടിക്കും. അതിനൊപ്പം തന്നെ എനിക്ക് കട്ടൻ കാപ്പി, ഞാൻ ഷുഗർ കട്ട് ചെയ്തിട്ടുള്ള ആളല്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കട്ടൻ കാപ്പി ഭയങ്കര നിർബന്ധം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എനിക്ക് ഒന്നിനും വലിയ നിർബന്ധമില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അങ്ങനെ അതല്ല, ഐ ക്യാൻ ബ്ലെൻഡ് വിത്ത് എനിത്തിങ്, അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ആളല്ല. പക്ഷേ പറഞ്ഞോട്ടെ, നമ്മൾ നമ്മുടെ സോണിലുള്ളപ്പോൾ അതൊക്കെ ചെയ്യും. പിന്നെ ബെഡും ചുറ്റുപാടും ഒക്കെ ആയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് അടിച്ച് വരും. തുടയ്ക്കുന്ന ദിവസമാണെങ്കിൽ തുടയ്ക്കും. ഈ ഫ്ലാറ്റിൽ ഞാനങ്ങനെ മെയ്ഡിനൊന്നും വെച്ചിട്ടില്ല, കാരണം ഒന്നാമത് പുറത്ത് ആ ഏരിയ ഒക്കെ കുറച്ച് അലമ്പായിട്ട് കിടക്കുകയാണ്, കാരണം വർക്ക് സ്പേസ് ആണല്ലോ. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് എല്ലാം ചെയ്യാറ്. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ അടിച്ച്, മറ്റേ CID മ്യൂസിയം പറയുന്ന പോലെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തന്നെ എടുത്ത് കഴുകി വെക്കണം എന്ന് പറയുന്നൊരു സീനാണ്. എല്ലാം വൃത്തിയാക്കി അടിച്ചു വാരി സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കട്ടൻ കുട്ടനെ കപ്പിലേക്ക് ആക്കിയിട്ട് എൻ്റെ സോണിലേക്ക്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ടൈമിലേക്ക് ഞാൻ കിടക്കും, എൻ്റെ ഏരിയയിലേക്ക് ഞാൻ പോയിരിക്കും. ആ ഏരിയയിൽ നിന്നാണ് എൻ്റെ മൈൻഡ് സെറ്റ് ഫോർ ദ ഡേ, എൻ്റെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്, ഡേ പ്ലാൻ ചെയ്യുക, എവറിഥിങ്. അപ്പോൾ പയ്യെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പിന്നെ ചെടിയുടെ സീൻ, അമ്മയാണ് ചെടിക്കാരി. ഞാൻ അത്ര അടിപൊളി ചെടിക്കാരിയൊന്നും ആയിരുന്നില്ല, പക്ഷേ നമ്മൾ ഇച്ചിരി ഓൾഡറായി വരുന്തോറും നമുക്ക് കുറേ പുതിയ ഇഷ്ടങ്ങൾ വരുള്ളൂ. അപ്പോൾ ചെടിയുടെ വെള്ളം ഉണ്ടോ, അതിൻ്റെ മണ്ണ് തൊട്ട് വെക്കും, അത് മോയിസ്റ്റ് ആണെങ്കിൽ ഒഴിക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കപ്പ് ഒഴിക്കും. ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ അത്രയും മതി. പിന്നെ ഇതാണ് എൻ്റെ പൂജാമുറി. ഇവിടുത്തെ അവിടെ എന്താ പറയുക, കുളിച്ച് വൃത്തിയായി കഴിഞ്ഞിട്ടൊക്കെയാണ് പൂ വയ്ക്കുള്ളൂ. അപ്പോൾ അത് ഇന്നലത്തെ ഇതാണ്. പിന്നെ അതെൻ്റെ ചെടിക്കുട്ടൻ, തൊട്ടപ്പുറത്ത് എൻ്റെ ഫോട്ടോ ഉണ്ടോയെന്ന് ഞാൻ പിന്നെ അടുത്ത് കാണിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് മണം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് പെർഫ്യൂംസ് ആയിക്കോട്ടെ, വീടിനായിക്കോട്ടെ, മണം ഇസ് വൺ മെയിൻ പാർട്ട് ഓഫ് മൈ ലൈഫ്. എൻ്റെ ഒരു വിശ്വാസത്തിൽ ഗുഡ് സ്മെൽ എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ ഇങ്ങനത്തെ സാമ്പ്രാണിക്കപ്പം ഫൂൾ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വീടിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് കത്തിച്ച് വയ്ക്കും രാവിലെ. അപ്പം കുളിച്ച് വരുമ്പോൾ തന്നെ ഒരു ഇല്ലത്തെ വൈബാണ്, ഫുൾ പുകയൊക്കെ ആയിട്ട് നല്ല രസമാണ്. കാരണം എനിക്കിഷ്ടമുള്ള കുറേ കുട്ടി കാര്യങ്ങളാണിത്. അപ്പോൾ ഇതിങ്ങനെ ഓരോരോ മൂലയ്ക്കുണ്ട്, ഞാനിങ്ങനെ വെക്കും. ആൻഡ് അതോടുകൂടെ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സോർട്ടാവും. നമ്മൾ കട്ടനും ഷിയാ സീഡ്സും ഒക്കെയും ആറാനും ഒക്കെയും വെച്ചിരിക്കുന്നതുകൊണ്ട് അതോടുകൂടെ ഏകദേശം എൻ്റെ കാര്യങ്ങളെല്ലാം സോർട്ടാവും. പിന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് നമുക്ക് പയ്യെ പാട്ടൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് വീഡിയോയിലേക്ക് വരാം. എൻ്റെ മോർണിംഗ് റുട്ടീൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാം. എൻ്റെ മോർണിംഗ് റുട്ടീൻ്റെ ഒരു 80-85% ഓഫ് ദ കാര്യങ്ങൾ. പിന്നെ ഇവിടെ വന്നിരിക്കുക, അല്ലെങ്കിൽ ബാൽക്കണിയിൽ പോയിരിക്കുക, അല്ലെങ്കിൽ ബെഡിലിരിക്കുക. നമ്മുടെ അന്നത്തെ ഒരു മൂഡ് പോലെ. ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഫ്രെയിമൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ എന്നിരിക്കും. ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ ഷിയാ സീഡ്സിൻ്റെ ഡ്രിങ്ക് കുടിക്കും. ദിസ് ഈസ് മൈ ഫസ്റ്റ് ഡ്രിങ്ക് ഇൻ ദ മോർണിംഗ്. അത് ഈ അടുത്ത് ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ല, അതിന് ശേഷം തുടങ്ങിയൊരു ഹാബിറ്റാണ്. ഇതേ സ്ഥാനത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് നാരങ്ങയും ഹണിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ എന്തെങ്കിലും ഹെൽത്തി ബൗളാണെങ്കിൽ അതിനകത്തേക്കോട്ട് ചെയ്യാം. അപ്പം എനിക്ക് ടേസ്റ്റിന് അത്ര വലിയ പ്രശ്നങ്ങളല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് കോഫിയും കുടിച്ച് ഇരിക്കും കുറച്ച് നേരം. ആ ഇരിപ്പിൽ കുളിക്കുന്നതിന് മുമ്പായിട്ട് ചില ദിവസങ്ങളിൽ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് ഷോർട്സ് എടുത്ത് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് കടയ്ക്ക് പോകണം. ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സൺഡേ ആണ്. അപ്പോൾ കടയുടേതായ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട്
ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിടാന്ന് വെച്ചു. ഇതുപോലത്തെ കിമറിക്കാൻ്റെ ഒരു പുതുതായിട്ട് വാങ്ങിച്ചൊരു സാധനമാണ് കോക്കനട്ട് ഓയിൽ, കോൾഡ് പ്രസ്ഡ്. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഇട്ട് കുറച്ച് നേരം നിൽക്കും, എന്നിട്ട് കുളിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഓയിലിടാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയമാണ് എൻ്റെ രാവിലത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം. കാരണം ഞാൻ ഈ സമയത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. ഇപ്പം ഞാൻ പാട്ട് ഓഫ് ചെയ്തത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇങ്ങനെ ഇരുന്ന് ദിസ് ഇസ് മൈ സെൽഫ് റിഫ്ലക്റ്റിംഗ് ടൈം. ഈ സമയത്താണ് ഞാൻ ആ ദിവസത്തിൻ്റെ കാര്യങ്ങളും ഇന്നലത്തെ കാര്യങ്ങളും എല്ലാം ആലോചിച്ച് ഇന്നത്തെ ദിവസത്തെ മൈൻഡിലെ ഗോൾസ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ കാണിച്ചു തന്നില്ല എൻ്റെ പൂജാമുറി, ഇവിടത്തെ ഈ സ്ഥലത്തെ കുട്ടി പൂജാമുറി. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും വരും ഉറങ്ങാനായിട്ട്, അല്ലെങ്കിലും ഒരു വട്ടമെങ്കിലും വരും. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച് അതെല്ലാം ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള പോക്ക്. അപ്പം അത്രയൊക്കെ ആകുമ്പോഴത്തേക്കും കുറേ ലെങ്ത് ആവും. അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ് റൂട്ടീൻ. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ദിവസം. എല്ലാ ദിവസമൊന്നും അതിനുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കില്ല. അതിനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്, അത് വേറെ കാര്യം. പക്ഷെ സമയം കൊണ്ട് ഉള്ള ഒരു മൈൻഡ് സെറ്റ് പ്രശ്നം ഉണ്ടാവാറുണ്ട്. കാരണം ഓടി എവിടേക്കെങ്കിലുമൊക്കെ പോകേണ്ട വരുമ്പോഴത്തേക്കും എന്താ പറയുക, നമുക്കതൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ചില ദിവസങ്ങളിൽ അതൊന്നും നടക്കാറില്ല. അപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ഇരുന്നാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ആ ഒരു മൈ സോൺ. അപ്പോൾ ഇതിരുന്നിട്ട് പിന്നെ ഫോൺ നോക്കും, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷെ ബേസിക്കലി ഇതാണ് എൻ്റെ മോർണിംഗ് റൂട്ടീൻ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വളവള സംസാരമല്ല, ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് ദറ്റ് ഐ ലവ് ടു ടോക്ക് അബൌട്ട്. ആൻഡ് ഐ തിങ്ക് ഡിയർ കപ്പ സമയം മുതലേ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ ഓരോ കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തകളും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഇനിയും തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് തുടങ്ങുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ മൈക്കൊക്കെ ചെയ്യാതെയും പോഡ്കാസ്റ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം. നമുക്ക് ഈ കടയും കൂടെ ഉള്ളതുകൊണ്ട് ഇടയിൽ കൂടെ എല്ലാം കൂടെ നടക്കില്ല. എല്ലാത്തിനും ഒരേ ലെവൽ ഓഫ് ഡെഡിക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇച്ചിരി ഇംപ്രാക്ടിക്കലാണ്. ബട്ട് വോട്ട് യു തിങ്ക്? ഇതുപോലത്തെ കോണ്ടന്റ്സും എൻ്റെ ലൈഫ് എക്സ്പീരിയൻസസ് വെച്ചിട്ടുള്ള കുറേ കഥകൾ, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പറയുന്നത് എൻ്റെ ഒരു പ്ലാനിലുള്ള കാര്യമാണ്. അപ്പാർട്ട് ഫ്രം മൈ ഫുഡ് വ്ലോഗിങ് ആൻഡ് സ്റ്റഫ്. സോ വോട്ട് യു തിങ്ക്? ആൻഡ് എൻ്റെ മോർണിംഗ് റൂട്ടീനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് ഇവിടെ പ്രാവുണ്ട്. എനിക്ക് ഇഷ്ടമല്ല, കാരണം ഒരു വട്ടം പ്രാവ് ഇവിടെ കൂട് കൂട്ടിയിട്ട് ആകെ പ്രശ്നമായിട്ട് ഞാനായിട്ട് ഉണ്ടാക്കിയ വലയാണിത് കേട്ടോ. അതുകൊണ്ടാണ് അതിങ്ങനെ വൃത്തികേടായിട്ടിരിക്കുന്നത്. ബട്ട് നമ്മൾ പനങ്ങാട് കടയുടെ അടുത്ത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലയും സാധനങ്ങളൊക്കെ കിട്ടില്ല. അപ്പം അങ്ങനെ ഞാനായിട്ട് വലിഞ്ഞ് കയറി ഇട്ടതാണ്. എന്തൊക്കെ എന്നെ പുറത്ത് അടിക്കുന്നു തോന്നുന്നു. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്ലാൻസ്. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഒരു ഇതിനകത്ത്. അപ്പോൾ ലെറ്റ് മീ നോ വാട്ട് ഐ എം സപ്പോസ് ടു ബി ഡൂയിങ്. ആൻഡ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ സംസാരിക്കണം എന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് ഉണ്ടെന്നുണ്ടെങ്കിൽ ടു ബിഗിൻ വിത്ത്, please comment below. And with lots of love, I'm signing out from today's episode. And ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷേ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് നമുക്കൊരു 1 lakh എത്തിയിട്ട്, പിന്നെ 1 million ഒക്കെ എത്ര ആഗ്രഹമുള്ള കാര്യമാണ്, പക്ഷേ എത്തിയിട്ട് നമുക്കൊരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. അപ്പോൾ അത് എത്രയും വേഗം നടക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ until then, it's me, Abhirami, signing off.